PM ശ്രീ പദ്ധതിയിൽ ചേരാനുള്ള സർക്കാർ തീരുമാനത്തിൽ CPI മന്ത്രിമാർ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തുമെന്നതാണ്. പദ്ധതിയുടെ ഭാഗമാകേണ്ടതില്ല എന്ന പാർട്ടി നിലപാട് മന്ത്രിസഭാ യോഗത്തിൽ അറിയിക്കാനാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഇന്ന് ആരംഭിക്കുന്ന CPI സംസ്ഥാന നേതൃയോഗങ്ങളും വിഷയം ചർച്ച ചെയ്യും. അപ്പോൾ എതിർപ്പറിയിക്കാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളത് കൃത്യമായി മനസ്സിലാവുകയാണ്. സെയ്ഫ് സൈലാബ്ദീനൊപ്പം തന്നെ വിജിൻ വയന്തോട് വിവരങ്ങൾ നൽകും. ശരി, ആദ്യം സെയ്ഫിലേക്ക് പോകാം. സെയ്ഫ്, ഇന്നത്തെ മന്ത്രിസഭാ യോഗം രാവിലെ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ പല കാരണങ്ങളാൽ നിർണായകമാണ്. ഒന്നാമത്തെ കാര്യം, CPI മന്ത്രിമാർ ആ യോഗത്തിനകത്ത് PM ശ്രീയിൽ തങ്ങളുടെ പാർട്ടിയുടെ എതിർപ്പ് രേഖപ്പെടുത്താൻ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. ഈ എതിർപ്പിനിടയിലും അതുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചതാണെങ്കിൽ കൂടിയും CPI അവരുടെ നിലപാടും അവരുടെ ഭാഗധേയവും നിർവഹിക്കും. അത് പക്ഷേ ഒരു തർക്കത്തിലേക്കൊന്നും പോകാനുള്ള സാധ്യത ഒട്ടുമേ ഇല്ല. അവരുടെ ഒരു എതിർപ്പ് രേഖപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. ആ നിലക്ക് ആ എതിർപ്പിനെ എങ്ങനെയായിരിക്കും ആ യോഗത്തിൽ CPM മന്ത്രിമാരും മുഖ്യമന്ത്രിയും എടുക്കാൻ സാധ്യതയുള്ളത്? ഈ എതിർപ്പിനെ തുടർന്ന് എന്താണ് ആ യോഗത്തിൽ സംഭവിക്കാൻ സാധ്യത? വലിയ പ്രതിഷേധം CPIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന സൂചനകളാണ് പുറത്ത് വന്നിട്ടുള്ളത്. CPIയുടെ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുമ്പോഴും അവരുടെ എതിർപ്പ് കൃത്യമായി രേഖപ്പെടുത്തണമെന്ന തീരുമാനം അവർ എടുത്തിട്ടുണ്ട്. 2 മാസം മുമ്പ് നടന്ന മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലേക്കാണ് ഈ വിഷയം ആദ്യം വരുന്നത്. അന്ന് മന്ത്രി P പ്രസാദാണ് ആദ്യം എതിർപ്പ് ഉന്നയിക്കുന്നത്. പാർട്ടിയുടെ എതിർപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ എതിർപ്പ് രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. പിന്നീട് രണ്ടാമതൊരു മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലേക്ക് വിഷയം വന്നപ്പോൾ മന്ത്രി K രാജനാണ് ഇതിനകത്ത് എതിർപ്പ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ മന്ത്രിസഭാ യോഗത്തിന്റെ 2 പരിഗണനയിൽ നിന്നും അത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. പക്ഷെ പിന്നീട് ഇപ്പോൾ അത് പരിഗണിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ, ഇപ്പോൾ അതിനകത്ത് ഒപ്പിടാൻ വേണ്ടി തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്താതെയാണ്, CPIയുമായി എന്തെങ്കിലും ചർച്ചകൾ നടത്താതെയാണ്, മുന്നണി തലത്തിലോ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് ചർച്ചയോ ഒന്നും നടത്താതെയാണ് അതിനകത്ത് ഒപ്പിടാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. അതിലുള്ള അതൃപ്തി CPI അത് പരസ്യമായി രേഖപ്പെടുത്തിയിരുന്നു. CPIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ രേഖപ്പെടുത്തിയിരുന്നു. വിദ്യാർത്ഥി സംഘടന, അതുപോലെ തന്നെ യുവജന സംഘടന അടക്കമുള്ളവർ രേഖപ്പെടുത്തി. എന്തായാലും പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തണം എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തുക എന്നുള്ള തീരുമാനം അവർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇന്നിപ്പോൾ CPIയുടെ നേതൃയോഗങ്ങൾ നടക്കുന്നുണ്ട്. നേതൃയോഗങ്ങളുടെ പരിഗണനയിലേക്ക് വിഷയം വരും. ഏകപക്ഷീയമായിട്ട് അങ്ങനെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതിനുള്ള അതൃപ്തി നേതൃയോഗങ്ങളിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഇനി മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം വരുമ്പോൾ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കും, വിദ്യാഭ്യാസ മന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കും, CPI അനുനയിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുമോ തുടങ്ങിയ ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും മന്ത്രിസഭാ യോഗം ഒരു പ്രധാനപ്പെട്ട നിർണായകമായ യോഗമായി തന്നെ നമുക്ക് അതിനെ ഇന്ന് കണക്കാക്കിയെടുക്കേണ്ടി വരും. സൈഫുദ്ദീൻ, ഒരു നിർണായക യോഗം തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. അതിനപ്പുറത്തേക്ക് CPI എതിർപ്പ് തുറന്നു പറയാനുള്ള തീരുമാനത്തിലേക്ക് അതിന് CPI മന്ത്രിമാർക്ക് പാർട്ടി നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന് പറയുന്നു. വിജിൻ വായന്തോട് കൂടി വിവരങ്ങൾ നൽകും. വിജിൻ, ഇതിൽ ഏറ്റവും പ്രധാന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട്, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാട്, അത് PM ശ്രീ പദ്ധതിയിൽ ചേരുന്നതിന് അനുകൂലമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ CPIയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മുൻ മാതൃകകൾ കൂടി എടുത്ത് പറയാനുണ്ട്. ബംഗാൾ വിട്ടുനിൽക്കുന്നു, തമിഴ്നാട് വിട്ടുനിൽക്കുന്നു. തമിഴ്നാട് വിട്ടുനിന്നിട്ട് പോലും കുറച്ച് പണമെങ്കിലും വാങ്ങിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ CPI എതിർപ്പറിയിക്കുന്നതിന്റെ കൂടെ അറിയിക്കും. എന്തായാലും ഇതൊക്കെ അറിയിച്ചാൽ പോലും വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാടിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയില്ല. ജിൽസി സൈഫുദ്ദീൻ, തീർച്ചയായും അതായത് ഇതിൽ നിന്ന് പിറകോട്ട് പോകേണ്ടതില്ല എന്നുള്ള തീരുമാനം തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഉറച്ചു നിൽക്കാൻ, മന്ത്രിസഭാ യോഗത്തിലും ഉറച്ചു നിൽക്കാൻ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയും തീരുമാനമെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. നേരത്തെ മുഖ്യമന്ത്രിയുമായി ഒക്കെ ഒരു കൂടിയാലോചന ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ഈ ഫണ്ട് ലാപ്സ് ആവുകയോ അത് കിട്ടാതെ പോവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നുള്ള നിലപാടിലേക്ക് തന്നെ മുഖ്യമന്ത്രിയും എത്തിയിട്ടുണ്ട്. കാരണം ഒരു ചെറിയ തുകയല്ല, PM ശ്രീയുടെ ഭാഗമായി ലഭിക്കേണ്ട 100 കോടിയോളം രൂപ മാത്രമല്ല ഈ നഷ്ടപ്പെടാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെയും മന്ത്രിസഭയെയും ഒക്കെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്. ഏകദേശം 1466ഓളം രൂപ അത് SSKയുടെ ഫണ്ട് ഉൾപ്പെടെയുള്ള ഫണ്ടുകളാണ്. അത് എല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. വിദ്യാഭ്യാസ വകുപ്പിന് മുന്നോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായും സാമ്പത്തികമായി ഈ തുക ലഭിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഘട്ടത്തിലാണ്. കാരണം ഈ SSKയിലെ പല ജീവനക്കാരുടെയും ഏകദേശം 7000ഓളം വരുന്ന ജീവനക്കാരുടെ ശമ്പളം തന്നെ മുടങ്ങുന്ന സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. 2 വർഷമായി
കൃത്യമായി ഈ ഫണ്ടുകളൊന്നും കേന്ദ്ര സർക്കാർ PM ശ്രീയിൽ ഭാഗമാകാത്തതിന്റെ ഭാഗമായി നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുക മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ കഴിയുള്ളൂ എന്നുള്ള നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുന്നത്. CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി തന്നെ സൂചിപ്പിച്ചത് ഈ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് മാറി നിൽക്കുക, ഒപ്പം തന്നെ കേന്ദ്രം നൽകുന്ന പദ്ധതികൾ, ആ പദ്ധതികളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ്. ആ നിലപാടായിരിക്കും CPM എന്തായാലും മന്ത്രിസഭാ യോഗത്തിൽ പറയാൻ പോകുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേകിച്ച് ആ നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുതന്നെയാണ് ഇന്നലെ മന്ത്രിയോട് സംസാരിച്ചപ്പോഴും നമ്മളോട് പറഞ്ഞത്. ഇക്കാര്യത്തിൽ മറ്റ് CPയുടെ വകുപ്പുകൾ ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്, കേന്ദ്ര ബ്രാൻഡിംഗ് വെച്ചിട്ടുള്ള പദ്ധതികൾ തന്നെ നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെ പണം സ്വീകരിക്കുന്ന മറ്റ് വകുപ്പുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് എന്തുകൊണ്ട് ആയിക്കൂടാ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. കഴിഞ്ഞ കുറെ കാലമായി ഇക്കാര്യത്തിൽ CPയുടെ എതിർപ്പ് വന്നതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ പലതവണ ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി പലതവണ ബന്ധപ്പെടുകയും മന്ത്രി തന്നെ ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു ആലോചനയിലേക്ക് ഒക്കെ പോയത്. പക്ഷേ അങ്ങനെ സുപ്രീം കോടതിയെ സമീപിച്ചാൽ ഇനി സംസ്ഥാന സർക്കാരിന് ആകെ ബാക്കിയുള്ളത് 6 മാസം മാത്രമാണ്. ഈ മന്ത്രിസഭയുടെ കാലാവധി തീരാൻ 6 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ആ കാലയളവിന് ഉള്ളിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി സമ്പാദിക്കുകയും അതിനുശേഷം കേന്ദ്രത്തെ എതിർത്തുകൊണ്ട് പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ അതിന്റെ ബാക്കി സാമ്പത്തിക ഭാഗങ്ങൾ ഒക്കെ വാങ്ങിയെടുക്കാൻ കഴിയുമോ എന്നുള്ള സംശയം നിലവിലുണ്ട്. എന്തായാലും സുപ്രീം കോടതിയിൽ തമിഴ്നാട് ഉൾപ്പെടെ നൽകിയ ഹർജിയിൽ ഇതുവരെ വിധി വന്നിട്ടുമില്ല. ആ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഒരു പുനരാലോചനയിലേക്ക് PM ശ്രീയിൽ ഉൾപ്പെടാം എന്നുള്ള തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയത്. ആ നിലപാട് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ആവർത്തിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ശരി. യെസ്, അപ്പോൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗം അങ്ങേയറ്റം നിർണായകമാണ്. കാരണം CPI മന്ത്രിമാരുടെ എതിർപ്പ് അതിനകത്ത് ഏത് രീതിയിൽ ചർച്ചയ്ക്ക് വരും, അതിന്